450 കിലോമീറ്റർ വെറും 2 മണിക്കൂറിലാണ് ഈ ഒരു ട്രെയിൻ കവർ ചെയ്യുന്നത്. ഈ ഒരു ട്രാവലിന്റെ മുന്നേ നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ഇതായിരുന്നു. കാരണം ജാപ്പനീസ് ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പൊ ഇത് മാത്രം കഴിച്ച് നമുക്ക് ഇത്രയും ഡേയ്സ് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മളിവിടെ എത്തി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ, കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല. ജപ്പാന്റെ യഥാർത്ഥ ഭംഗി ഒളിഞ്ഞിരിക്കുന്ന ക്യോത്തോയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയായ ടോക്കിയോയിൽ നിന്നും ക്യോത്തോയിലേക്ക് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളിലൊന്നായ ഷിൻകാൻസനിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. 450 കിലോമീറ്റർ വെറും 2 മണിക്കൂറിലാണ് ഈ ഒരു ട്രെയിൻ കവർ ചെയ്യുന്നത്. ക്യോത്തോയിലെ നമ്മളുടെ ആദ്യത്തെ ലൊക്കേഷൻ അരാഷിയാമ ബാംബു ഗ്രൂവ്. നമ്മൾ ഒത്തിരി മൂവി സോങ്സിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും ആകാശം നീളയുള്ള മുള മരങ്ങളുടെ ഇടയിലൂടെ നടക്കുന്ന ഒരു വഴി. അതാണ് അരാഷിയാമ ബാംബു ഗ്രൂവ്. നമ്മൾ നാട്ടിലൊക്കെ കണ്ടുവരുന്ന കാട് പിടിച്ച മുളങ്കാടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു മുള ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരുന്നത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ്. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്നതിലും ഹൈറ്റിലാണ് ഈ ഒരു മുളയുള്ളത്. ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന വഴി ഒരു ടണല് പോലെ, സൂര്യപ്രകാശം പോലും ഉള്ളിലേക്ക് എത്തില്ല. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു ഫോറസ്റ്റ് അല്ല. ഇതൊരു 500 മീറ്റർ മാത്രം ലെങ്ത് ഉള്ള ഒരു നടപ്പാതയാണ്. നമ്മൾ സ്പീഡിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്. എന്നാൽ ഇവിടെ എത്തുന്ന എല്ലാ ടൂറിസ്റ്റുകളും മിനിമം 2 മുതൽ 3 മണിക്കൂർ വരെ ഇവിടെ സ്പെൻഡ് ചെയ്യും. അത്രയും രസമുള്ള ഒരു സ്ഥലമാണിത്. ക്യോത്തോ സിറ്റിയിൽ നിന്നും ഏകദേശം 45 മിനിറ്റ് ട്രാവൽ ഉണ്ടെങ്കിലും ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാം എന്നുള്ളതാണ്. ബസ്സും ട്രെയിനും ഒക്കെ അവൈലബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ജാപ്പനീസ് വിശ്വാസം അനുസരിച്ച് മുളകൾ തിന്മകളെ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീനെ മാറ്റി നിർത്തും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒത്തിരി ടെമ്പിളുകൾ കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തെൻര്യൂജി ടെമ്പിൾ. അതിനോട് ചേർന്ന് ഒരു അടിപൊളി ലോട്ടസ് പോണ്ട് ഉണ്ട്. നമ്മൾ കണ്ട ലോട്ടസ് പോണ്ടും നമ്മൾ കാണാൻ വന്ന ലോട്ടസ് പോണ്ടും രണ്ടാണ്. കാരണം നമ്മൾ ഈ ഒരു ട്രാവൽ ചെയ്യുന്നത് സ്പ്രിങ് സ്റ്റാർട്ടിങ്ങിലാണ്. എനിക്ക് തോന്നുന്നു സമ്മർ എൻഡ് അല്ലെങ്കിൽ ഓട്ടം സീസണിലൊക്കെ ട്രാവൽ ചെയ്യുന്നവർ മസ്റ്റായിട്ടും കാണേണ്ട ഒന്ന് തന്നെയാണ് ഈ ഒരു ലോട്ടസ് പോണ്ട്. അരാഷിയാമ ബാംബു ഫോറസ്റ്റ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. അത്യാവശ്യം നല്ല ടൂറിസ്റ്റിക് റഷ് ഉള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് നടന്ന് കാണണം എന്നാണെങ്കിൽ രാവിലെ 8 മണി അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യം കാണുന്ന സ്പോട്ടിൽ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആളുകൾ പോകാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ഉള്ളോട്ട് കയറിയാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൊക്കേഷൻസ് നമുക്ക് കിട്ടും. നമ്മൾ ഈ ഒരു ട്രാവൽ ചെയ്യുന്നത് സ്പ്രിംഗ് സീസണിലാണ്. എവിടെ നോക്കിയാലും മരം നിറയെ പൂക്കളുള്ള ചെറി ബ്ലോസംസ് ആണ്. ജപ്പാൻ വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം ഏതാ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്പ്രിംഗ് ആയിരിക്കും. അതിന് മെയിൻ കാരണം ഈ ഒരു ചെറി ബ്ലോസം ട്രീസ് തന്നെയാണ്. അരാഷിയാമയിൽ ഈ ഒരു ബാംബു ഫോറസ്റ്റ് മാത്രമല്ല, അവിടെ ഒരു ചെറിയ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്. നമുക്ക് ഗിഫ്റ്റുകളൊക്കെ മേടിക്കാൻ പറ്റിയൊരു അടിപൊളി ഓപ്ഷൻ. അതുകൂടാതെ ഈ ഒരു സിറ്റിയോട് ചേർന്ന് വലിയൊരു പുഴയുണ്ട്. ഈ ഒരു ഏരിയ വിസിറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ മസ്റ്റ് ഡു ആക്ടിവിറ്റി ആയിട്ട് പറയുന്ന ഒന്നാണ് ഈ ഒരു പുഴയിലൂടെയുള്ള റെന്റൽ ബോട്ട് റൈഡ്. 2 തരത്തിലുള്ള ബോട്ട് അവൈലബിൾ ആണ്. നമ്മൾ തന്നെ തുഴഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതും അല്ല, നമുക്ക് ജസ്റ്റ് ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ അതിന് പറ്റിയ ബോട്ടും അവൈലബിൾ ആണ്. ഒരാൾക്ക് വരുന്നത് 2000 ജാപ്പനീസ് യെൻ ആണ്.
നമ്മളിവിടെ എത്തി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ, കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ ടോക്കിയോയിൽ ലാൻഡ് ചെയ്ത സമയത്ത് എടുത്ത പൈസയൊക്കെ ഏകദേശം തീർന്നു. നമ്മൾ അതിനെപ്പറ്റി അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ആ ഒരു പ്ലാൻ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇതുമായിട്ട് ചേർന്ന് ഒരു മങ്കി പാർക്ക് ഉണ്ട്. അവിടെയും ഒരാൾക്ക് വരുന്നത് 800 ജാപ്പനീസ് യെൻ ആണ്. പക്ഷെ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ, കാർഡ് എടുക്കൂല. അങ്ങനെ ഒരു 2 പ്ലാനും നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ജപ്പാനൊക്കെ ട്രാവൽ ചെയ്യുന്നവര് എപ്പോഴും കയ്യിൽ ക്യാഷ് കരുതാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളും വിചാരിച്ചു ഓക്കെ ആവശ്യമുണ്ടെങ്കിൽ നിയർ ബൈ ആയിട്ട് ഒരു ATM കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ആ ഒരു ടൈമിൽ നിയർ ബൈ ആയിട്ട് ATM ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. ക്യോത്തോയിലെ നമ്മളുടെ ആദ്യത്തെ ദിവസം മെയിൻ ആയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അരാഷിയാമ ഏരിയയിലാണ്. ഇവിടുന്ന് അരമണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യോത്തോയിലെ തന്നെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ഗോൾഡൻ ടെമ്പിളിൽ എത്താൻ സാധിക്കും. അപ്പൊ നമ്മൾ അവിടെ പോകുന്ന വഴിക്ക് ആദ്യം കണ്ട ATM പൈസ എടുത്തു. നമ്മൾ നോർമലി എപ്പോഴും കാർഡാണ് യൂസ് ചെയ്യല്, പൈസ അങ്ങനെ കയ്യിൽ വെക്കാറില്ല. അപ്പൊ ഇഷു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പൈസ ഒരുമിച്ച് കാണുന്നത്. നമ്മളുടെ നെക്സ്റ്റ് ലൊക്കേഷനിൽ നമ്മളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അവിടുത്തെ എൻട്രി ടിക്കറ്റ് ആണ്. സാധാ എൻട്രി ടിക്കറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടിക്കറ്റ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ഒരു സൊവനീർ മേടിക്കേണ്ട ആവശ്യമില്ല. ഗോൾഡൻ പവീലിയോൺ അഥവാ കിൻകാക്കുജി ടെമ്പിൾ ഇത് ക്യോത്തോയുടെ മാത്രമല്ല ജപ്പാനിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റിക് അട്രാക്ഷൻ ആണ്. ഇതിന്റെ മെയിൻ പ്രത്യേകത ഇത് നിർമ്മിച്ചിട്ടുള്ളത് റിയൽ ഗോൾഡിലാണ് എന്നത് തന്നെയാണ്. ഒരു ടെമ്പിള് എന്തുകൊണ്ട് ഗോൾഡിൽ നിർമ്മിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല ഉത്തരങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ആയിട്ട് അവർ പറയുന്നത് അവരുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ ചിലരൊക്കെ പറയുന്നത് ഈ സൂര്യപ്രകാശം ഗോൾഡിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന റിഫ്ലക്ഷന് തിന്മകളെ അകറ്റാൻ, നെഗറ്റീവ് എനർജി മാറ്റാനുള്ള കഴിവുണ്ട് എന്നാണ്. ഇതൊരു വലിയൊരു ഏരിയ ആണ്. നമുക്ക് 2-3 മണിക്കൂർ നടന്ന് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഒരു തടാകത്തിന്റെ സെൻട്രലാണ്. അപ്പൊ അതിൽ വരുന്ന റിഫ്ലക്ഷൻ അത് ഭയങ്കര സ്പെഷ്യൽ ആണ് ഇവിടെ. ഈവനിങ് നമ്മൾ ക്യോത്തോയിലെ കിയാമാച്ചി ദോരി എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ എത്തിയത്. ഇതിന് പാരലായിട്ടൊരു കനാൽ ഉണ്ട്. ഏകദേശം 3 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു കനാലിന്റെ 2 സൈഡിലും ചെറി ബ്ലോസംസ് ആണ്. അതുകൂടാതെ ഈ 2 സൈഡിലും ഒത്തിരി കഫേസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കിത് കണ്ടുകൊണ്ടിരുന്ന് കോഫി കുടിക്കാനും നൈറ്റ് ഡിന്നറിനൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കിയാമാച്ചി ദോരി. ജാപ്പനീസ് മോമോസ് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് ക്യോത്തോയിൽ വെച്ചിട്ടാണ്. അതിന് മെയിൻ കാരണം ജപ്പാനിൽ കിട്ടുന്ന അത്യാവശ്യം എല്ലാ ഫുഡുകളിലും അവരുടെ സോസുകളിലും പോർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഹലാൽ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം. ക്യോത്തോയിലെ സെക്കൻഡ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയാണ്. ഹോട്ടലിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. ജപ്പാനിൽ എത്തിയ ടൈം തൊട്ടിട്ട് നമ്മൾ ജാപ്പനീസ് ഫുഡാണ് കഴിക്കുന്നത്. ഈ ഒരു ട്രാവലിന്റെ മുന്നേയും നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ഇതായിരുന്നു. കാരണം ജാപ്പനീസ് ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പൊ ഇത് മാത്രം കഴിച്ച് നമുക്ക് ഇത്രയും ഡേയ്സ് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന്. ജാപ്പനീസ് ഫുഡല്ല, എല്ലാ ഫുഡും അവിടെ കിട്ടുന്നത് എല്ലാം ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. സെക്കൻഡ് ഡേ നമ്മൾ ഹോട്ടൽ ചെക്ക്ഔട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇനി സേഫ് ആയിട്ട് ലഗേജ് സ്റ്റോറേജിൽ വെക്കുക എന്നുള്ളതാണ്. ക്യോത്തോ സിറ്റി നമ്മൾ 2 ഡേ കൊണ്ടാണ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. Take your baggage receipt. It is necessary for retrieval. Thank you. The door has been... ടോക്കിയോയിലെ പോലെ തന്നെ ക്യോത്തോയിലും ലഗേജ് സ്റ്റോറേജ് ഭയങ്കര ഈസിയാണ്. എല്ലാ പ്ലേസിലും ഉണ്ട്. നമുക്ക് സെൽഫായിട്ട് 1000 yen പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ നമ്മളെ ലഗേജ് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ക്യോത്തോയിലെ 2ാമത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജപ്പാനിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലും മൂവി സോങ്സിലൊക്കെ ട്രെൻഡിങ് ആയി കാണുന്ന 1000കണക്കിന് തൊരി ഗേറ്റുകളുള്ള ഫുഷിമി ഇനാരി തൈഷ എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ്. ഇവിടത്തേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നത് ഒരു വലിയ തൊരി ഗേറ്റിലൂടെയാണ്. ഇത്
ജാപ്പനീസ് വിശ്വാസം അനുസരിച്ച് മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലുള്ള ഗേറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഈ ഓരോ ഗേറ്റും പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളെ നാട്ടിലൊക്കെ നേർച്ചയിടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്കൊരു കാര്യം സാധിക്കണം അല്ലെങ്കിൽ നമുക്ക് സാധിച്ചിട്ടുള്ള ഒരു കാര്യത്തിന് ദൈവത്തോട് പറയുന്ന നന്ദി സൂചകമായിട്ട് ഓരോരുത്തരും ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ഗേറ്റുകളാണിത്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടെമ്പിൾ എന്നാണേലും ഈ ഒരു തൊരി ഗേറ്റുകൾ ഫോളോ ചെയ്യുന്നത് ഒരു മലയിലേക്കാണ്. ആ ഒരു മലയുടെ ടോപ്പ് വരെ ഈ ഗേറ്റ് വഴി നമുക്ക് നടന്നു പോകാം. ടോപ്പിൽ ക്യോത്തോയുടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഈ ഓരോ അമ്പലത്തിലും നമുക്ക് ഒത്തിരി കുറുക്കന്മാരുടെ പ്രതിമകൾ കാണാൻ സാധിക്കും. ജാപ്പനീസ് വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ ദൂതന്മാരാണ് ഈ ഒരു കുറുക്കന്മാര്. ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞു ഓറഞ്ച് കളറിലുള്ള തൊരി ഗേറ്റുകളെന്ന്. ശരിക്കിത് റെഡും അല്ല ഓറഞ്ചും അല്ല, വെർമിലിയൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം കളറാണിത്. ജാപ്പനീസ് വിശ്വാസം അനുസരിച്ച് ഇത് തിന്മകളെ അകറ്റി നിർത്തുന്ന ഒരു കളറാണ്. എന്നാൽ പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ഈ ഓരോ ഗേറ്റും മരം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ചെതള് പിടിക്കാതിരിക്കാനും ഈ ഒരു കളറ് സഹായിക്കും എന്നാണ് പറയുന്നത്. ക്യോട്ടോ വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണിത്. ലോകത്ത് നമുക്ക് മറ്റൊരു സ്ഥലത്തും ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കില്ല. ഇങ്ങോട്ട് വരുന്നവർക്ക് ഞാൻ കുറച്ച് ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ടെമ്പിളിന്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി തൊരി ഗേറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ മൊമെന്റിൽ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആളുകൾ കുറയാൻ കാത്തു നിൽക്കരുത്. അത്യാവശ്യം നല്ല ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്, നല്ല റഷാണ്. എന്നാൽ ഈ ഒരു മലയുടെ ടോപ്പിലേക്ക് ഏകദേശം 45 മിനിറ്റോളം നടക്കാനുണ്ട്. ഇവിടെ വരുന്ന ഒരു 40% ആളുകളും ഇതിന്റെ ടോപ്പിലേക്ക് പോകുന്നില്ല എന്നതാണ്. അപ്പൊ നമ്മൾ എത്ര ടോപ്പിലെത്തുന്നോ അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ സ്പേസ് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു അമ്പലവും ആ ഒരു തൊരി ഗേറ്റും മാത്രം കാണുകയാണെങ്കിൽ ഒരു 45 മിനിറ്റ്സിൽ നമുക്ക് കാണാം. അല്ല മലയുടെ ടോപ്പിലേക്ക് ട്രക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 2 മുതൽ 3 മണിക്കൂർ വരെ വേണം. നമ്മൾ ഏകദേശം ഒരു ഹാഫ് ഡേ തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും രസമുള്ള ഒരു സ്ഥലമാണത്. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു ക്യോട്ടോ എന്ന് പറയുന്നത് ജപ്പാനിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള പ്ലേസ് ആണെന്ന്. എന്നാൽ അരാഷിയാമ ബാംബു ഫോറസ്റ്റും ഫുഷീമി ഇനാരി അതൊന്നും അല്ലാതെ നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് പഴയ ജാപ്പനീസ് ഗ്രാമങ്ങളിലേക്ക് പോയാൽ എങ്ങനെയുണ്ടാകും അതുപോലെ ഒരു പ്ലേസ് ആണ് സന്നൻസാക്ക നിന്നൻസാക്ക എന്ന് പറയുന്ന പ്ലേസ്. നമ്മൾ ലിസിക്കി പോലെയുള്ള യൂട്യൂബ് വ്ളോഗ്സിൽ കണ്ടിട്ടുള്ള നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ജാപ്പനീസ് വില്ലേജ്. ഇവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനും ഷോപ്പ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഓപ്ഷനാണ്. ഈ ഒരു 2 പ്ലേസുകളിലൂടെയും നമ്മൾ നടന്ന് അത് എൻഡ് ചെയ്യുന്നത് ക്യോമിസു ദേര എന്ന് പറയുന്ന ഒരു ടെമ്പിളിലാണ്. ഈ ടെമ്പിൾ കംപ്ലീറ്റ്ലി വുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ഒരൊറ്റ ആണി പോലും യൂസ് ചെയ്തിട്ടില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ജപ്പാൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഭൂമികുലുക്കം നടക്കാൻ സാധ്യതയുള്ള ഒരു പ്ലേസ് ആണ്. എന്നാൽ പോലും ഈ ഒരു ടെമ്പിളിന് ഇന്ന് വരെ ഒരു കേടുപാടും പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. ജപ്പാൻ വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട 2 ഫുഡാണ്. ഒന്ന് റാമനും 2 വാഗു ബീഫും. ലോകത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ ബീഫാണ് വാഗു ബീഫ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം അതിന്റെ സോഫ്റ്റ് ടെക്സ്ചർ തന്നെയാണ്. റാമൻ എന്ന് പറയുന്നത് ഒരു നൂഡിൽസും സൂപ്പൊക്കെ ഒരു മിക്സ് ചെയ്തൊരു സംഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജപ്പാനിലെ റെസ്റ്റോറൻറ്റ്സിൽ ഹലാൽ ഓപ്ഷൻസ് ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേകം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്നാണ് വാഗു ബീഫും റാമനും ട്രൈ ചെയ്ത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡ് ഐറ്റം. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ജപ്പാന്റെ കിച്ചൺ എന്നറിയപ്പെടുന്ന ഒസാക്കയിലേക്കാണ്. ക്യോത്തോയിൽ നിന്നും ഒസാക്കയിലേക്ക് 56 കിലോമീറ്റർ ആണ് വരുന്നത്. ഇത് ജപ്പാന്റെ ബുള്ളറ്റ് ട്രെയിനിൽ വെറും 12 മിനിറ്റിലാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ക്യോത്തോയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒസാക്കയിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.